ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ മലയാളം സെക്കൻഡിൻ്റെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് നിർദ്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണുള്ളത്. ആ ടൈമിൽ നിങ്ങൾ നന്നായിട്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കണം. പിന്നെ ഒരു പേപ്പറിൽ ഒട്ടാകെ 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 6 പ്രവർത്തനത്തിൽ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ്. പിന്നെ ബാക്കി വരുന്നത്, അതായത് പ്രവർത്തനം 2 മുതൽ പ്രവർത്തനം 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അതായത് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ഒട്ടാകെ 5 പ്രവർത്തനങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ആക്ടിവിറ്റി 1 നോക്കാം. ഇവിടെ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് വായിക്കാം എഴുതാം എന്നാണ്. അതായത് ഒരു കഥ ഇവിടെ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ കഥ ഒന്ന് വായിച്ചു നോക്കാം. മധുരക്കിഴങ്ങിൻ്റെ രുചി. ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും 5 സെൻറ്റ് മണ്ണും മാത്രം. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്തു വിരൽ വെച്ചു. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത് മെല്ലെ പുറത്തിറങ്ങി. കുറച്ച് ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തിക്കൊടുത്തു. മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. കൂണുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ. സന്തോഷ് എച്ചിക്കാനമാണ് ഇത് എഴുതിയത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, കുട്ടികളുടെ അവസ്ഥയെ ഓർത്ത് ഉത്കണ്ഠപ്പെട്ടു. ബി, ചുറ്റുപാടും ദുർഗന്ധമുള്ളതുകൊണ്ട് മൂക്ക് പൊത്തി. സി, സ്വയം നാണം വന്നതുകൊണ്ട് മൂക്കിൽ വിരൽ വെച്ചു. ഡി, ഗ്രാമത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായി മൂക്കിൽ തൊട്ടു. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്. അതായത് കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടിട്ടാണ് അവർ മൂക്കത്ത് വിരൽ വെച്ചത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ചോദ്യമാണ്, കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ജീവിതാവസ്ഥ എന്ത്? ഓക്കെ, എന്താണ്? ഓപ്ഷൻ എ സന്തോഷം, ഓപ്ഷൻ ബി ദാരിദ്ര്യം, ഓപ്ഷൻ സി പരിഹാസം, ഓപ്ഷൻ ഡി നിസ്സംഗത. എന്താണ്? ദാരിദ്ര്യമാണ് അല്ലേ? ആ ഒരു കഥ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ദാരിദ്ര്യത്തെ കുറിച്ചാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, സുജിത്ത് എപ്പോഴാണ് തൻ്റെ പുതപ്പ് അനുജത്തിക്ക് നൽകിയത്? എപ്പോഴാണ് അനുജത്തിക്ക് നൽകിയത്? ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓപ്ഷൻ എ, തണുത്ത വെള്ളത്തിലെത്തിയപ്പോൾ. ഓപ്ഷൻ ബി, അയൽക്കാർ മറന്നപ്പോൾ. ഓപ്ഷൻ സി, മഴ പെയ്തപ്പോൾ. ഓപ്ഷൻ ഡി, കഴിക്കാൻ കൊടുത്തപ്പോൾ. എപ്പോഴാണ്? ഓപ്ഷൻ സി, മഴ പെയ്തപ്പോഴാണ് അല്ലേ? ഇനി നാലാമത്തെ ചോദ്യമാണ്, ഇടിവെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചത് എന്തുകൊണ്ടായിരിക്കും? എ, അയൽക്കാരെ ഓർത്ത്. ബി, അമ്മൂമ്മയെ ഓർത്ത്. സി, കൂണുകൾ മുളയ്ക്കുന്നതിനാൽ. ഡി, വെള്ളം തണുക്കുന്നതിനാൽ. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ സി ആണ്, കൂണുകൾ മുളയ്ക്കുന്നതിനാലാണ് സുജിത്ത് മഴ പെയ്തപ്പോൾ സന്തോഷിച്ചത്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. എപ്പോൾ? എ, ഓലപ്പുര ചോർന്നപ്പോൾ. ബി, ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ. സി, തോട്ടിൽ വെള്ളം കയറിയപ്പോൾ. ഡി, ശക്തമായ മഴ പെയ്തപ്പോൾ. എപ്പോഴാണ്? ഓപ്ഷൻ ബി, ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്നറിഞ്ഞപ്പോഴാണ് സുജിത്ത് വീടിന് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. 5ഉം ശരിയാണെന്ന്. ഇനി തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, ബാക്കി കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സൈഡിൽ കൊടുത്തതാണ് ഇതിൻ്റെ ആൻസർ കീ, ഉത്തരങ്ങൾ. ആ 5ഉം ശരിയാണോ നോക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ്, കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ അമ്മ മകനോടുള്ള വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത്. അമ്മയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥ വായിച്ചിട്ടുണ്ടാവില്ലേ? അതിൽ ഉണ്ണിക്കണ്ണനുണ്ട്, മുത്തശ്ശിയുണ്ട്, അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ
ഉണ്ണിക്കണ്ണന് അമ്മയോട് ഭയങ്കര സ്നേഹമാണ്, അതേപോലെ അമ്മയ്ക്ക് തിരിച്ചും സ്നേഹമുണ്ട് അല്ലേ. അപ്പോൾ ഈ അമ്മനെക്കുറിച്ച് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. എന്തൊക്കെയാണ് ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ളത്? നമുക്കറിയാം, അമ്മ ഒരു ബംഗ്ലാവിൽ പണിക്ക് പോവാറുണ്ട് അല്ലേ. ആ പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനൊക്കെ കുറേ സമയം വൈകും. അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ ചോറ്റുപൊതിയുമായിട്ടാണ് വരിക അല്ലേ. അപ്പോൾ ഉണ്ണിക്കണ്ണന് ചില ദിവസങ്ങളിൽ അമ്മ എത്തുമ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞിട്ടാവും. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഉണ്ണിക്കണ്ണനെ വിളിച്ച് ഉണർത്തിയിട്ട്, കണ്ണിലൊക്കെ വെള്ളമാക്കിയിട്ട് വിളിച്ചുണർത്തിയിട്ട് അമ്മ എന്ത് ചെയ്യും? ചോറ് വാരി കൊടുക്കും അല്ലേ. ആ മകന് വിശന്ന് ഉറങ്ങരുത് എന്നുള്ള ആ ഒരു ചിന്തയാണ് മനസ്സിൽ അമ്മയ്ക്ക്. അപ്പം അത്രയും വാത്സല്യമാണ് മകനോട്. അതേപോലെ പല സന്ദർഭങ്ങളും ആ ഒരു കഥയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളത് അവിടെ എടുത്ത് എഴുതുക. അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കാണ് ലഭിക്കുക. ഇനി രണ്ടാമത്തെ ബി ചോദ്യമാണ്. അവന് വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു. എന്തായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ? എന്തായിരുന്നു? ബംഗ്ലാവിൽ പോകണം എന്നാണോ, അല്ലെങ്കിൽ കഥ കേൾക്കണം എന്നാണോ, ഊഞ്ഞാൽ വേണം, അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ കളിക്കണം? എന്തായിരുന്നു? ഊഞ്ഞാൽ വേണം എന്നായിരുന്നു അല്ലേ. അപ്പം അത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. 1 മാർക്കാണ് അതിന്. ഇനി പ്രവർത്തനം 3 വിശകലനക്കുറിപ്പ്. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്നാണ് അമ്മ കരുതുന്നത്. പരിക്കേറ്റ കുട്ടി എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ആ ഒരു പരിക്കേറ്റ കുട്ടി എന്ന ആ ഒരു കവിത നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ. അപ്പോൾ അത് ഒന്ന് വിശകലനം ചെയ്ത് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്തായിരുന്നു പറഞ്ഞത്? ആ ഒരു കുട്ടിക്ക് പനിനീർ മുള്ള് ഏറ്റപ്പോൾ അമ്മ വന്ന് ചീത്ത പറയുകയാണ് ചെയ്തത്? ഇല്ല, അതിന് പകരം എന്താണ്? ആശ്വസിപ്പിക്കുകയാണ് ചെയ്തതില്ലേ. ആ പരിക്കേറ്റപ്പോൾ എന്താണ് പറഞ്ഞത്? അത് നിനക്ക് അറിയാണ്ട് പറ്റിയതല്ലേ, നീ ചെറിയ കുട്ടിയല്ലേ, നിനക്ക് അറിയാതെ പറ്റിയതല്ലേ, ഇതൊക്കെ ഒരു ഭൂഷണമാണ്. ഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലങ്കാരമാണ്. ഓക്കെ. അപ്പം കുട്ടിയെ ഇവിടെ അമ്മ വഴക്ക് പറയുന്നതിന് പകരം എന്താണ്? ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് അവിടെ നിന്ന് എഴുതിയാൽ മതി. ഇനി ബി ചോദ്യമാണ്. കുമാരനാശാൻ്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് പരുക്കേറ്റ കുട്ടി എന്ന കവിത? ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? കുട്ടിയും തള്ളയും ആണോ? പുഷ്പവാടി, മിന്നാമിനുങ്ങ്, വീണപൂവ്? ഉത്തരം പുഷ്പവാടിയിൽ നിന്നെടുത്തതാണ് ഈ ഒരു കവിത, പരുക്കേറ്റ കുട്ടി എന്നുള്ള കവിത. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ കടലിനെ കുറിച്ച് ചെറിയൊരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. കടലെ നിന്നുടെ കഞ്ഞിയിലാരാണുപ്പു കലക്കി പറയാമോ? ഉപ്പത് കൂടിയ കാരണമാണോ നീ എപ്പോഴും തുള്ളുന്നു? നിന്നെ കാണാൻ നിൽക്കുന്നേരം തിരകൾ വന്നു നനയ്ക്കുന്നു. നിന്നുടെ കയ്യിൽ മുത്തുണ്ടോ? മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ? അപ്പം ഇവിടെ കവിത നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഈ കടൽ എന്ന കവിത വായിച്ചല്ലോ. കവിതയുടെ ആശയം, ഇഷ്ടവരികൾ, വാക്കുകളുടെ ഭംഗി, മറ്റു പ്രത്യേകതകൾ എന്നിവ ചേർത്ത് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ കടലിനോട് ചോദിക്കുകയാണ് അല്ലേ. ഒരു കുട്ടി കടലിനോട് എന്താണ് ചോദിക്കുന്നത്? നിൻ്റെ കഞ്ഞിയിൽ ആരാണ് ഉപ്പ് കലർത്തിയത്? അങ്ങനെ ഉപ്പ് കൂടിയത് കൊണ്ടാണോ നീ ഇങ്ങനെ തുള്ളുന്നത് അല്ലേ. അതേപോലെ നിന്നെ കാണാൻ നിൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ തിരകൾ എന്ത് ചെയ്യാണ്? തിരകൾ വന്ന് നനയ്ക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ മുത്തുകളുണ്ടോ? പിന്നെ ആ മുത്തിലൊരെണ്ണം എനിക്ക് തരാനുണ്ടോ? എന്നൊക്കെയാണ് ഈ ഒരു വരികളുടെ അർത്ഥം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണെന്നും അതേപോലെ തന്നെ ഈ ഒരു കവിതയുടെ ആശയം എന്താണെന്നൊക്കെ അതിൻ്റെ ഭംഗി ഒക്കെ ഒന്ന് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ആസ്വാദനക്കുറിപ്പ് ഇവിടെ തയ്യാറാക്കണം. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനമാണ് പ്രവർത്തനം 5. പ്രവർത്തനം 5 ഇവിടെ എന്താണ്? അനുഭവക്കുറിപ്പാണ്. എത്രയൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. നന്മപ്പൂക്കൾ എന്ന കഥയിലെ ഈ വരികൾ ഓർമ്മയുണ്ടല്ലോ. മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളും. നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് കുറിപ്പെഴുതുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുമല്ലോ. അത് വെച്ചിട്ട് ചെറിയൊരു അനുഭവക്കുറിപ്പ് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും. അതൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു അനുഭവക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ഇവിടെ 4 മാർക്കാണ്. പിന്നെ ബി ചോദ്യത്തിന് 1 മാർക്കും. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് ടോട്ടൽ 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ബി ചോദ്യമാണ്. മിനിക്ക് വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവുള്ളൂ. എന്താണ് കൂട്ടുകാർ ചെയ്തത്? എന്താണ് ഇവിടെ കൂട്ടുകാർ ചെയ്തത്? ഷൂ വൃത്തിയാക്കിയതാണോ? പിന്നെ ചൂട് കുപ്പാഴങ്ങൾ വാങ്ങിയതാണോ? അച്ഛനമ്മമാരെ കണ്ടെത്തി
പരീക്ഷ എഴുതി കൊടുത്തു. എന്താണ് ഇവിടെ ചെയ്തത്? ചൂട് കുപ്പായങ്ങൾ വാങ്ങി കൊടുത്തു അല്ലേ? അപ്പോൾ ഉത്തരം എന്താണ്? ചൂട് കുപ്പായങ്ങൾ വാങ്ങി. ഇനി പ്രവർത്തനം 6 സ്നേഹ സന്ദേശം. കനിവായി നിലാവായി എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലും സ്നേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അച്ഛനമ്മമാരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹപ്പതിപ്പിലേക്ക് ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കാനാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ നിങ്ങളുടെ ഈ പാഠങ്ങളൊക്കെ വായിച്ച് പോയവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്